എന്തെല്ലാം ഇതിൽ നിന്ന് മാറ്റി നിർത്തണം, എന്തെല്ലാം ഇതിൽ ഉൾപ്പെടുത്തണം, എങ്ങനെയാണിത് ഒരു നിരാക്ഷേപകരമായ രീതിയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഞാൻ സാദ് ഫൈസി ചങ്ങരേരി. ദഫ് കളി പരിശീലന രംഗത്ത്, ഇസ്ലാമിക കലാരംഗത്ത് നിറസാന്നിധ്യമായി നിലകൊള്ളും. പ്രത്യേകിച്ച് ദഫ് കളി എന്ന ഒരു കലാരൂപത്തിലൂടെ ഉയർന്നു വന്ന കലാകാരൻ എന്ന രീതിയിൽ ദഫ് കളിയുടെ ഉത്ഭവം മുതൽക്ക് ഇന്ന് വരെ ദഫ് കളി എത്തി നിൽക്കുന്ന വ്യത്യസ്തമായ ശൈലികളെയും വ്യത്യസ്തമായ അവതരണങ്ങളുടെ മനോഹാരിതമായിട്ടുള്ള ഭാഗങ്ങളെയും ആക്ഷേപകരമായ ഭാഗങ്ങളെയുമൊക്കെ വ്യക്തമായി മനസ്സിലാക്കി എന്തെല്ലാം ഇതിൽ നിന്ന് മാറ്റി നിർത്തണം, എന്തെല്ലാം ഇതിൽ ഉൾപ്പെടുത്തണം, എങ്ങനെയാണിത് ഒരു നിരാക്ഷേപകരമായ രീതിയിൽ പ്രിയപ്പെട്ട വിശ്വാസികളിലേക്ക് ഈ കലാരൂപം ഒന്നുകൂടി ഫിൽട്ടർ ചെയ്ത് നമുക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു ഗവേഷണത്തിന്റെ ഭാഗമായി ഞാൻ നടത്തിയ പഠനത്തിൽ നിന്ന് ഈ വർഷം മനോഹരമായ കേരളത്തിൽ ഇന്നുവരെയുള്ള മുഴുവൻ ശൈലികളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു വ്യത്യസ്ത രീതിയിൽ നമ്മുടെ കുരുന്നുകളിലേക്ക് പകർന്നു നൽകാനുള്ള ഒരു പരിശീലനത്തിലായിരുന്നു. മുഴുവൻ ശൈലികളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു സമന്വയ ഏകീകൃത ശൈലിയിലേക്ക് നമ്മുടെ കലാരൂപം വരുന്നു എന്ന് പ്രിയപ്പെട്ടവരുമായി കൊണ്ട് ഞാൻ പങ്കുവയ്ക്കുന്നു. മീലാദ് സുദിനത്തിൽ പ്രിയപ്പെട്ട മക്കൾ, കുഞ്ഞിക്കുരുന്നുകൾ പാറിപ്പറന്ന് ദഫിന്റെ താളമേളങ്ങളുമായി കൊണ്ട് തെരുവോരങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രവാചകനെ കുറിച്ചുള്ള അവദാനങ്ങൾ പാടിപ്പറഞ്ഞുകൊണ്ട് അതിന് താളം പകർന്നുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ നടത്തുന്ന ദഫ് പ്രോഗ്രാം നമ്മുടെ എല്ലാ മദ്രസകളിലും അതിഗംഭീരമായി തിരുനബിയുടെ മീലാദ് നാം കൊണ്ടാടണം. ഒരു നാടിന്റെ ഐശ്വര്യമാണ്. ഒരു നാട്ടിൽ എത്ര മനോഹരമായി നബിദിനം നമുക്ക് നടത്താൻ കഴിയുന്നു, അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അതിൻ്റെ ഒരു ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമെന്നുള്ളതാണ്. നമ്മുടെ നാടിന്റെ ഐശ്വര്യമായിട്ട് അതിൻ്റെ കിരണങ്ങൾ അവിടെ പ്രതിഫലിക്കുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ നബിദിന വേദികൾ, നമ്മുടെ ഗ്രാമങ്ങൾ മുത്തുനബിയുടെ മദ്ഹുകൾ കൊണ്ട് നാം മനോഹരമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവും. ഏറ്റവും കൂടുതൽ ജനശ്രദ്ധയുള്ള ഒരു കലാരൂപമാണ് ദഫ് കളി എന്നത്. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സംഘങ്ങളുള്ള കലാരൂപം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് അതിന് പറയാൻ കഴിയുന്നത് ദഫ് കളി എന്ന കലാരൂപമാണ്. ദഫ് മുട്ടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മദ്രസാ തലത്തിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു കലാരൂപമാണ് ദഫ് കളി. എല്ലാ പരിശീലകരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കറിയുന്ന കലാകഴിവുകൾ നിങ്ങൾ വികസിപ്പിച്ചെടുക്കണം. പരമാവധി കോപ്പി ചെയ്യാതെ. അതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. ഞാൻ മറ്റൊരാളെ കോപ്പി ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. ഒന്നിലും ഞാൻ കോപ്പി ചെയ്യാറില്ല. എന്നാൽ നിങ്ങളും ആ പാത പിന്തുടരണം. ദാസേട്ടനെ പോലെ പാട്ട് പാടാൻ ദാസേട്ടനുണ്ട്. ഇനി വേറൊരു പാട്ടുകാരനാണ് പ്രേക്ഷകർക്ക് ആവശ്യം. ആ രീതിയിൽ നാം സ്വന്തമായി ഗവേഷണം ചെയ്തുകൊണ്ട് നാം രൂപപ്പെടുത്തിയെടുത്ത സ്വന്തമായിട്ടുള്ള വ്യത്യസ്തമായ കളികളുടെ ചുവടുകളെ നാം ഏകീകരിച്ചുകൊണ്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളിൽ ഒരു തനിമയത്വം ഉണ്ടാക്കുമെന്നുള്ള കാര്യം സംശയമില്ല. അതുകൊണ്ട് സ്വന്തമായ ചിന്തയിൽ നിന്ന് കൃത്യമായ ഇസ്ലാമിക വൃത്തങ്ങൾക്കുള്ളിൽ വരുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ ചുവടുകളെ നിങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഒരു പരിശീലകന്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത്. ഒരു പരിശീലകന്റെ ഏറ്റവും വലിയ ആയുധം അവന്റെ ഭാവനയാണ്. അവന്റെ ഭാവനയിൽ നിന്ന് വിരിയുന്ന വ്യത്യസ്തമായ ചുവടുകളുടെ ആവിഷ്കാരങ്ങളാണ് ഒരു പരിശീലകന്റെ കലാകഴിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നബിദിന വേദികൾ ദഫ് താളങ്ങളെ കൊണ്ട്, മദ്ഹ് ഗാനങ്ങൾ കൊണ്ട്, സമൂഹ ഗാനങ്ങൾ കൊണ്ട്, അറബി ഗാനങ്ങൾ കൊണ്ട്, ഖുർആൻ പാരായണം കൊണ്ട്, മൗലീദ് പാരായണം കൊണ്ട് നാം ധന്യമാക്കണം. അതിന് നാടും നഗരവും തരണം. യുവസമൂഹം വേൾഡ് കപ്പിന്റെ പേരിൽ എത്രയോ കാശ് ദൂർത്തടിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പരിധികളും പരിമിതികളും പരിശുദ്ധ ഇസ്ലാം അതിന് ഏർപ്പെടുത്തി. എന്നാൽ ഹബീബായ നബിയോടുള്ള സ്നേഹത്തിന് പരിധികളും പരിമിതികളും ഇല്ല എന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ കാഠിന്യ കാരണം ഒരു സഹാബി നാട് വിട്ടുപോയി. നബിയില്ലാത്ത, തിരുനബിയില്ലാത്ത മദീന വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു നാട് വിട്ടുപോയി. മറ്റൊരു സഹാബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച മദീനയല്ലാതെ മറ്റൊരു നാടും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു മദീനയിൽ തന്നെ ജീവിതം സ്ഥിരമാക്കിയ ഒരു സഹാബി. ഇങ്ങനെ ഒരേ വിഷയത്തിൽ വിപരീതമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അവാചക സ്നേഹം അവർ കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റബ്ബിന് പരിധികളില്ല. അങ്ങേ എത്രത്തോളം നാം ഇഷ്ടപ്പെടുന്നുവോ അത്രയും നമ്മുടെ ഈമാൻ പ്രകാശിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഫുട്ബോളിനോടുള്ള പ്രേമത്തിന്റെ ആ അതിപ്രസരം, ആ പരിധിയില്ലാത്ത ഫുട്ബോൾ ഭ്രമം മാറ്റി നിർത്തിക്കൊണ്ട് പരിധിയില്ലാത്ത പ്രവാചക സ്നേഹത്തിലേക്ക് തിരിച്ചു വരണം. എവിടെയാണ് നമ്മുടെ ഈമാനിക ചൈതന്യത്തിന്റെ അടിസ്ഥാനം? തിരുനബിയിലേക്ക് നമുക്ക് പോകാം. മീലാദ് വരും. ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. 22 വർഷക്കാലം ഇസ്ലാമിക കലകളിലൂടെ ദഫ് കളിയുടെ പരിശീലകനായിക്കൊണ്ട്, വിധികർത്താവായിക്കൊണ്ട്, എഴുത്തുകാരനായിക്കൊണ്ട്, നിരൂപകനായിക്കൊണ്ട്, നിരീക്ഷകനായിക്കൊണ്ട്, കാണിയായിക്കൊണ്ട് നിങ്ങളുടെ ഇടയിലൂടെ ജീവിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ദഫ് കളിയുടെ പരിശീലനത്തിന് വേണ്ടി മാത്രം, ഇസ്ലാമിക കലകളുടെ പരിപോഷണത്തിന് വേണ്ടി സ്ഥാപിച്ച അനാസാഗർ ഇസ്ലാമിക കലാ സംഘത്തിന് കീഴിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ മദ്രസകളിൽ ദഫ് കളി വ്യത്യസ്തമായ ശൈലികളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു വ്യത്യസ്ത രീതി തന്നെ ഈ വർഷം നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ആദ്യം ബന്ധപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട മദ്രസകളിലേക്ക് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ
പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. ഇൻഷാ അള്ളാഹ് നിങ്ങൾ ബന്ധപ്പെടുക. അനാസാഗർ ഇസ്ലാമിക് ആർട്ട് മീഡിയ 97 44 70 31 80. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.